ആസൂത്രിത കൊലപാതകം എന്ന് പറയുന്നു. 2 തവണ അറ്റംപ്റ്റ് നടത്തി, അതിനുവേണ്ടി വലിയ പഠനങ്ങൾ നടത്തിയപ്പോൾ അത് ആസൂത്രണം ചെയ്തതാണ്. വിദ്യാഭ്യാസ അറിവുകളെയൊക്കെ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. നാടിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ആശ്രയവും സ്വപ്നവും ഒക്കെ തകർത്തു കളഞ്ഞ ആളാണ് ഒന്നാം പ്രതി. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെക്കാൾ വലുതല്ല പ്രതിയുടെ സ്വപ്നങ്ങൾ എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. ഷാരോണിന്റെയും ആ കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾ തകർത്തു. അത്രയും ക്രൂരമായ പൈശാചികമായ മനസ്സുള്ള ആളാണ് ഗ്രീഷ്മ ഒന്നാം പ്രതി. അതാണ് ഷാരോണിന്റെ ജീവൻ എടുത്തത്. ഗ്രീഷ്മ ഒരു ഘട്ടത്തിൽ പോലും പശ്ചാത്തപിച്ചില്ല. ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ചെയ്തത് തെറ്റാണെന്നും അതിൽ തിരുത്തൽ വേണമെന്നും പശ്ചാത്താപിക്കുകയും ഒക്കെ ചെയ്യണം. പശ്ചാത്താപം എന്ന നിലയ്ക്ക് പോലും അതിൽ ഒരു പരിഗണനയും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചെയ്ത തെറ്റിനെ കുറിച്ച് ഒരു പശ്ചാത്താപവും ഇല്ലാത്ത, ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അങ്ങനെ പൈശാചികമായ ചിന്തയും പൈശാചികമായ സ്വഭാവവും കൈമുതലായുള്ള ആളാണ് പ്രതി. ഒരിക്കലും മനസ്താപം ഉണ്ടായില്ല. അതുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. മനസാക്ഷിയുള്ള ആരും ഞെട്ടിപ്പോകുന്ന സംഭവമാണ് ഈ കേസിന്റെ ആകെ സ്വഭാവവും അതിന്റെ ആസൂത്രണവും ഒടുവിൽ അത് നടപ്പാക്കിയ രീതിയും അതിനുവേണ്ടി ഉപയോഗിച്ച ശൈലിയും തന്ത്രങ്ങളും ഒക്കെ പരിശോധിച്ചാലും ഇനിയും കൂടുതൽ പഠിക്കണം. അതിനുകൊണ്ട് കടുത്ത ശിക്ഷ പാടില്ല, അതിൽ ഇളവ് വേണം, ശിക്ഷയുടെ കാഠിന്യത്തിൽ കുറവ് വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന പ്രതിക്ക് എന്തിനിളവ് നൽകണം, വധശിക്ഷ നൽകണം എന്ന ആവശ്യം തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. അതിന്റെ സാഹചര്യങ്ങൾ പഠിച്ചാൽ, സാധ്യതകൾ പഠിച്ചാൽ അങ്ങനെ മനസ്സിലാകും. അതുകൊണ്ട് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണം എന്ന പ്രധാനപ്പെട്ട വാദം കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു. ശിക്ഷാവിധിയിന്മേലുള്ള അന്തിമ വാദം ആദ്യഘട്ടത്തിൽ പ്രതിഭാഗം പ്രധാനമായും ഈ ആവശ്യമാണ്. മുൻപ് കുറ്റവാസന പ്രകടിപ്പിച്ചിട്ടില്ല, മുൻപ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, പഠിക്കണം, പ്രായം ഇവ പരിഗണിക്കണം, അതുകൊണ്ട് ഇളവ് വേണം എന്നതാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അതിനുശേഷമാണ് അതിനെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർത്തത്. വധശിക്ഷ തന്നെ നൽകണം, അത്യപൂർവമായ കേസാണ്, പൈശാചിക സ്വഭാവവും രീതികളുമുള്ള കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം, എന്തെങ്കിലും ഒരു ഇളവിന് അവർ അർഹതയില്ല എന്ന കാര്യം ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറാണ് പ്രതിഭാഗം അഭിഭാഷകൻ. പ്രതിഭാഗം വാദം കൂടി, ആ ഹിയറിംഗ് കൂടിയും നടക്കും. അതായത് പ്രോസിക്യൂഷനും പ്രതികൾക്കും പ്രോസിക്യൂഷനും ഒപ്പം പ്രതിഭാഗം അഭിഭാഷകനും പ്രത്യേകമായി അവസരങ്ങൾ കോടതി നൽകും, അവരെ കേൾക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ എന്ത് ശിക്ഷയിലേക്ക് പോകണം എന്ന തീരുമാനമെടുക്കുക. നേരത്തെ പ്രോസിക്യൂഷന്റെ പ്രധാന ചാർജുകൾ ഒന്നാം പ്രതിക്കെതിരെ കോടതിയിൽ തെളിഞ്ഞതാണ്. അതായത് കൊലപാതകവും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള പ്രധാന ചാർജുകൾ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗം കോടതിയിൽ ചോദിക്കുന്നു. ഈ പറയുന്ന രീതിയിൽ അതിശക്തമായ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നൊരു പക്ഷേ ബോധത്തിലാവണം, സാഹചര്യത്തിലുകൾ മാത്രമാണ് ഇതിലുള്ളതെന്ന് പറയുന്നു. എന്തായാലും പ്രതിഭാഗം അതിശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഒരിക്കലും മനസ്താപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപൂർവമായ കേസ് വീണ്ടും ഉറപ്പിച്ച് പറയുന്നു. മനസാക്ഷിയുള്ള ഒരു സമൂഹം ഞെട്ടിയ സംഭവമാണെന്ന് പറയുന്നു. ഗ്രീഷ്മയുടേത് ക്രൂര മനസ്സാണ്, അതാണ് ഷാരോണിന്റെ ജീവനെടുത്തത്. ഗ്രീഷ്മയ്ക്ക് ഒരൊറ്റ ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ല. ഈ പ്രോസിക്യൂഷൻ വാദത്തിനിടയിൽ 2 തവണ ഡെവിളിഷ് തോട്ട് എന്ന് പറഞ്ഞ് മൂന്നാം ഘട്ടത്തിൽ ഗ്രീഷ്മയ്ക്കുള്ളത് ഒരു ഡെവിളിഷ് നേച്ചറാണ്, ഒരു പൈശാചികമായ സ്വഭാവമാണ് ഗ്രീഷ്മയ്ക്കുള്ളത് എന്ന് പറയാൻ എന്ന് ആവർത്തിക്കാനുള്ള കാരണം ഒരാളെ കൊല്ലാൻ, ഒരാളെ ഭൂമുഖത്ത് നീക്കാൻ പലയാവർത്തി ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പാരസെറ്റമോൾ ജ്യൂസ് ചലഞ്ചോ എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടം ശ്രമിച്ചു, അതിൽ പരാജയപ്പെട്ടു. വീണ്ടും ആ ക്രൂരചിന്ത ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു. പഠിച്ച വിദ്യാഭ്യാസം അതിനുവേണ്ടി ദുർവിനിയോഗം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും വാദങ്ങൾ മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് ഇത് ആക്സിഡന്റൽ മർഡർ അല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് കോടതി ഇത് അപൂർവമാണ്, ഇതിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത്.